മലയാലപ്പുഴ പുതുക്കുളത്ത് കാട്ടുപന്നിയെ വെടിവെച്ച സംഘത്തിനെതിരെ വനം വകുപ്പ് നിയമ നടപടി സ്വീകരിക്കും. നിയമം ലംഘിച്ച് വെടിവെപ്പിനിറങ്ങിയവരെ വ്യാഴാഴ്ച രാത്രി നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞുവച്ചിരുന്നു. വ്യാഴാഴ്ച രാത്രിയായിരുന്നു പുതുക്കുളം ഭാഗത്ത് കാട്ടുപന്നിയെ ഷൂട്ട് ചെയ്യാനെത്തിയ സംഘത്തെ നാട്ടുകാർ തടഞ്ഞത്. മാനദണ്ഡങ്ങൾ പാലിക്കാതെ കാലങ്ങളായി ഈ സംഘം വേട്ടയ്ക്കിറങ്ങുന്നു എന്നാണ് ആരോപണം. തടഞ്ഞുവച്ചവരെ നാട്ടുകാർ മലയാലപ്പുഴ പോലീസിന് കൈമാറി. വേട്ടയ്ക്കിറങ്ങിയ സംഘത്തിനെതിരെ കേസെടുക്കാനാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം. വനം വകുപ്പിന്റെയോ പോലീസ് ഉദ്യോഗസ്ഥരുടെയോ കൃഷിസ്ഥലമുള്ള വീട്ടുകാരുടെയോ അറിവോടെ അല്ല സംഘം വേട്ടയ്ക്കിറങ്ങിയതെന്ന് നാട്ടുകാർ പറയുന്നു. ഞങ്ങൾക്ക് കാട്ടുപന്നിയെ കൊല്ലുന്നതിന് ഞങ്ങൾക്ക് എതിരില്ല. പക്ഷെങ്കിൽ ഇത് ഒരു മാനദണ്ഡവും പാലിക്കാതെ ഇവർ തോക്കും കൊണ്ട് വന്ന് അർദ്ധരാത്രി വീടിൻ്റെ പരിസരത്ത് വന്ന് വെടിവെച്ച് പന്നിയെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഞങ്ങളുടെ ഒന്നും അനുമതി ഇല്ലാതാണ് ഞങ്ങളുടെ പുരയിടത്തിൽ കയറുന്നതും മറ്റു കാര്യങ്ങളും വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുന്നതുമൊക്കെ ഞങ്ങൾക്കത് ജീവന് ഭീഷണിയാണ്. പാലാ സ്വദേശികളായ സോണി സിറിയക്, ജോർജ് കുട്ടി എബ്രഹാം, ടോണി, ജാക്ക് പി ഇപ്പൻ എന്നിവരെയാണ് പ്രദേശവാസികൾ തടഞ്ഞുവച്ചത്. സംഘത്തിലുണ്ടായിരുന്ന ചിലർക്ക് മലയാലപ്പുഴ പഞ്ചായത്ത് പന്നിയെ വെടിവെക്കാനുള്ള ലൈസൻസ് നൽകിയിരുന്നു. എന്നാൽ ഇവർ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയാണ് കാട്ടുപന്നികളെ വെടിവെക്കുന്നതെന്ന് പഞ്ചായത്തും പറയുന്നു. ഇവരുടെ പക്കലുണ്ടായിരുന്ന തോക്കുകളും കാറും മലയാലപ്പുഴ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ന്യൂസ് മലയാളം, പത്തനംതിട്ട.